ഹായ്. കേരള കുംഭമേള അഥവാ മഹാമാഘ മഹോത്സവം ജാനുവരി 19 തിരുനാവായ ശ്രീ നാവാമുകുന്ദ ക്ഷേത്ര സമീപത്ത് ഭാരതപ്പുഴയുടെ തീരങ്ങളിൽ കേരള ഗവർണർ ഉദ്ഘാടനം ചെയ്തതോടെ ഈ മഹാമാഘ മഹോത്സവത്തിന് തുടക്കമായി. ആ ദൃശ്യങ്ങളിലൂടെയാണ് നമ്മളിന്ന് പോകുന്നത്. 21-ാം തീയതിയുള്ള ദൃശ്യങ്ങളാണിത്. 21-ാം തീയതി വലിയ തിരക്കും ബഹളങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 22 മുതലാണ് സവിശേഷമായ പല ചടങ്ങുകളുമുള്ളത്. അവിടെ 22-ാം തീയതി മുതൽ വിവിധ ജില്ലകളിൽ നിന്ന് KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസം സെല്ല് നടത്തുന്ന ബസ്സുകൾ ഓടിത്തുടങ്ങും എന്നാണ് സംഘാടകർ അറിയിച്ചിട്ടുള്ളത്. സ്നാനം ചെയ്യാനും അതുപോലെ ബലിതർപ്പണം നടത്താനും വേണ്ടിയുള്ള ആൾക്കാരുടെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഈ കടവിൽ അത്യാവശ്യം എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നാണ് സംഘാടകർ പറഞ്ഞിട്ടുള്ളത്, കമ്മിറ്റിക്കാർ പറഞ്ഞിട്ടുള്ളത്. ഇത് തിരുനാവായ പടിഞ്ഞാറേ കടവിലെ പാലമാണ്. പാലം രാവിലെ തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇൻസ്പെക്ഷൻ്റെ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരത്തോടെ പാലം തുറന്നു കൊടുത്തിട്ടുണ്ട്. പുറമെ നിന്നവർക്ക് നിള ആരതി ദർശിക്കാൻ എന്നല്ലാതെ നിള ആരതിയിൽ ഷീട്ടാക്കാൻ പറ്റില്ല. ഭാരതപ്പുഴയുടെ മധ്യത്തിലുള്ള മണൽത്തിട്ടിലാണ് നിള ആരതി നടക്കുന്നത്. പുഴയിൽ ആരതി നടക്കുന്നിടത്ത് ചടങ്ങ് ദർശിക്കണമെന്നുള്ളവർക്ക് പടിഞ്ഞാറേ കടവിലെ പാലത്തിലൂടെയും അതുപോലെ പുഴയുടെ മറുകരയായ തവനൂരിലൂടെയും അവിടെ എത്തിച്ചേരാൻ പറ്റും. കാശിയിൽ നിന്നുള്ള പണ്ഡിറ്റ്മാരാണ് നിള ആരതിക്ക് നേതൃത്വം കൊടുക്കുന്നത്. വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം എല്ലായിടത്തും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. വൈകുന്നേരം 6:30 മണിയോടുകൂടിയാണ് നിള ആരതി ചടങ്ങുകൾ തുടങ്ങുന്നത്. 2.5 മണിക്കൂറോളം ഏകദേശം നിള ആരതി ചടങ്ങുകൾ ഉണ്ടാവും. ഇത് ഭക്തജനങ്ങൾക്ക് അവിടെ നിന്ന് ദർശിക്കാൻ പറ്റും. മറ്റൊരു വീഡിയോയുമായി, ഇതിൻ്റെ മുഴുവൻ വീഡിയോയുമായി ഞാൻ വരുന്നതാണ്. അതുവരേക്കും ബൈ.